നൈസ് തങ്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ് കൂട്ടുകാരുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലുമായിട്ടാണ്. സമയം ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് കടന്നാലോ. 2024-25 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ അവലോകനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സാമാന്യ നിർദ്ദേശ് 15 മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ കെ ലിയെ. ആദ്യത്തെ 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖന അനിവാര്യ. ഗതിവിധി ഏക് ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. ദോസെ ചാത്തക്ക് ഗതിവിധിയോ മേം സേ കിനിയും ചാർക്കെ ഉത്തർ ലിഖൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി മുതൽ 6ാമത്തെ ആക്ടിവിറ്റി വരെ ഉള്ളതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റിക്ക് ആൻസർ ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ആദ്യത്തെ ഗതിവിധി കൃത്യമായിട്ടും എല്ലാവരും ചെയ്യണം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ഗതിവിധി ഏക് സൂചന ഖണ്ഡ് പഠേം ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേം. തന്നിരിക്കുന്ന പാസേജ് വായിച്ചതിന് ശേഷം ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ, പാസേജിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്. ബഗീച്ചെ മേം ഏക് സുന്ദർ ഫൂൽ ഖില. തബ് 2 തിത്തലിയാം ആയി. ഏക് നീലി ഓർ ഏക് പീലി. പീലി തിത്തലി ഫൂൽ पर बैठी. नीली तितली उड़ती रही. पीली ने कहा, आओ दोस्त हम मधु पी लें. കൂട്ടരെ, ബഗീച്ചെ മേം ഏക് സുന്ദർ ഫൂൽ ഖില. ബഗീച്ചെ എന്താ? ഗാർഡൻ, പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ ഏക് സുന്ദർ ഫൂൽ ഖില, ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ത് ചെയ്തു? ഖില, വിരിഞ്ഞു. ഒരു മനോഹരമായ ഒരു പൂവ് വിരിഞ്ഞു. തബ് അപ്പോൾ 2 തിത്തലിയാം ആയി. ആ ഗാർഡനിലേക്ക്, ആ പൂന്തോട്ടത്തിലേക്ക് പൂവ് വിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 2 ബട്ടർഫ്ലൈസ് വന്നു. 2 തിത്തലിയാം, 2 പൂമ്പാറ്റകൾ വന്നു. ഏക് നീലി ഓർ ഏക് പീലി. ഏക് നീലി, ഒരു നീലി ബ്ലൂ, ഒരു നീല കളറിലുള്ള ബട്ടർഫ്ലൈയും, ഓർ ഏക് പീലി, ഒരു യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈ, ഒരു മഞ്ഞ ബട്ടർഫ്ലൈ. ഒരു നീല പൂമ്പാറ്റയും ഒരു മഞ്ഞ പൂമ്പാറ്റയും പൂന്തോട്ടത്തിലേക്ക് വന്നു. പീലി തിത്തലി ഫൂൽ पर बैठी. അതിൽ യെല്ലോ കളർ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? ആ മഞ്ഞ പൂമ്പാറ്റ ഫൂൽ पर बैठी, പൂവിലിരുന്നു. നീലി തിത്തലി ഉഡ്തി രഹി. ബ്ലൂ കളർ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? നീല പൂമ്പാറ്റ അവിടെ പറന്നു നടന്നു. പീലിനെ കഹ, അപ്പോൾ മഞ്ഞ പൂമ്പാറ്റ പറഞ്ഞു, ആവോ ദോസ് ഹം മധു പീലേ. വരൂ ഫ്രണ്ടേ. നീല പൂമ്പാറ്റയെ വിളിച്ചു, കൂട്ടുകാരാ വരൂ, നമുക്ക് എന്ത് ചെയ്യാം? മധു നുകരാം, പൂവിലെ തേൻ കുടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൂൽ കഹാം ഖില. ഫൂൽ കഹാം ഖില, പൂവ് എവിടെയാണ് വിരിഞ്ഞത്? ഓപ്ഷൻസ്: താലാബ് മേം, ജംഗൽ മേം, ബഗീച്ചെ മേം, ആസ്മാൻ മേം. താലാബ് എന്താ? പോണ്ട്, കുളം. ജംഗൽ ഫോറസ്റ്റ്, വനം. ബഗീച്ചെ ഗാർഡൻ, പൂന്തോട്ടം. ആസ്മാൻ സ്കൈ, ആകാശം. അപ്പോൾ പൂവ് എവിടെയാണ് വിരിഞ്ഞത്? താലാബിലാണോ, ജംഗലിലാണോ, ബഗീച്ചയിലാണോ, ആസ്മാനിലാണോ? എവിടെയാണ് പൂവ് വിരിഞ്ഞത്? എവിടെയാണ്? ബഗീച്ചെ മേം. ഓപ്ഷൻ ഇ, ബഗീച്ചെ മേം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. തിത്തലിയാം ബഗീച്ചെ മേം കബ് ആയി. തിത്തലിയാം ബട്ടർഫ്ലൈസ് ബഗീച്ചെ മേം പൂന്തോട്ടത്തിൽ കബ് ആയി എപ്പോൾ വന്നു? ഓപ്ഷൻസ്: ധൂപ് നികൽനെ पर, फूल खिलने पर, हवा आने पर, ധൂൾ ഉഡ്നെ पर. നോക്കൂ, ധൂപ് നികൽനെ पर എന്ന് വെച്ചാൽ എന്താ? സൂര്യപ്രകാശം വന്നപ്പോൾ. ഫൂൽ ഖിൽനെ पर, പൂവ് വിരിഞ്ഞപ്പോൾ. ഹവ ആനെ पर, കാറ്റ് വീശിയപ്പോൾ. ധൂൾ ഉഡ്നെ पर, പൊടി നിറഞ്ഞപ്പോൾ. എപ്പോഴാണ് പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിലേക്ക് വന്നത്? ഓപ്ഷൻ ആ, ഫൂൽ ഖിൽനെ पर, പൂവ് വിരിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൂൽ पर कौन बैठी. ഫൂൽ पर कौन बैठी, പൂവിൽ ആരാണ് ഇരുന്നത്? നീലി തിത്തലി, കാലി തിത്തലി, ലാൽ തിത്തലി, പീലി തിത്തലി. പൂവില് ഏത് ബട്ടർഫ്ലൈ ആണ് ഇരുന്നത്? നമ്മൾ പാസേജിൽ നീലി തിത്തലിയും പീലി തിത്തലിയും പഠിച്ചു അല്ലേ? അപ്പോൾ കാലി തിത്തലിയും ലാൽ തിത്തലിയും നമുക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം? വിട്ടേക്കാം. നീലി തിത്തലിയാണോ പീലി തിത്തലിയാണോ ഫൂലിലിരുന്നത്? നമ്മുടെ പാസേജിൽ തന്നിട്ടുണ്ട്, പീലി തിത്തലി ഫൂൽ पर बैठी. ഇപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ഇ, പീലി തിത്തലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ബഗീച്ചെ മേം കോൻ കോൻ ആയി. പൂന്തോട്ടത്തിലേക്ക് ആരൊക്കെയാണ് വന്നത്? കോൻ ആരെല്ലാമാണ് വന്നത്? 2 ബട്ടർഫ്ലൈയാ വന്നത്. അത് ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻ നോക്കൂ.
पीली और नीली तितली, नीली और काली तितली, काली और पीली तितली, पीली और फूरी तितली. കൂട്ടുകാർക്ക് വേഗം ആൻസർ കിട്ടും. ഓപ്ഷൻ ആ, പീലി ഓർ നീലി തിത്തലി, പീലി ഓർ നീലി തിത്തലി അല്ലേ? അടുത്ത് നോക്കോളൂ. മധു പീനെ കെ ലിയേ തിത്തലിയാം കഹാം ആത്തി ഹൈ. മധു, മധു തേൻ, തേൻ നുകരുന്നതിനായിട്ട് പൂമ്പാറ്റകൾ എവിടേക്കാണ് വന്നത്? തിൻകെ പർ, പത്തെ പർ, കലി പർ, ഫൂൽ പർ. തിൻകെ എന്താ? തിൻകെ വൈക്കോല്, വൈക്കോലുണ്ടല്ലോ, വൈക്കോല്, വൈക്കോലിലാണോ? പത്തെ ലീഫ് ഇലയിലാണോ? കലി പൂമൊട്ടിലാണോ? ഫൂൽ പൂവിലാണോ? എവിടെയാണ് പൂമ്പാറ്റകൾ മധു നുകരുന്നതിനായിട്ട്, തേൻ കുടിക്കുന്നതിനായിട്ട് വന്നത്? ഫൂൽ പർ അല്ലേ? ഓപ്ഷൻ ഇ, ഫൂൽ പർ. ക്ലിയർ? ഗതിവിധി ദോ നോക്കൂ. രണ്ടാമത്തെ ആക്ടിവിറ്റി ഖണ്ഡ് പഠേം ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേം. അതും ഖണ്ഡേക വായിച്ചിട്ട് ആൻസർ എഴുതാനാ. നോക്കോളൂ. ദോ സന്തരെ ധേ, एक दिन वे घूमने निकले, दोनों हंसते लुढ़कते फुदकते चले जा रहे थे. अचानक एक फालू सामने आ गया. കൂട്ടുകാർ പഠിച്ചതാണല്ലേ, ദോസന്തര എന്ന ചാപ്റ്ററിൽ പഠിച്ച സെന്റൻസാണ് തന്നിരിക്കുന്നത്. 2 സന്തര ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരെന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. ദോനം രണ്ടുപേരും ചിരിച്ചും ഓടിയും ചാടിയും മറിഞ്ഞൊക്കെ എന്ത് ചെയ്യുകയാണ്? യാത്ര പോവുകയാണല്ലേ. അചാനക് പെട്ടെന്ന് എക് ഫാലു സാമനെ ആ ഗയാ. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ആര് വന്നു? എക് ഫാലു, ഒരു ബിയർ, കരടി വന്നു. കണ്ടല്ലോ. ഇനി ചൂടുള്ള ചോദ്യം നോക്കൂ. സന്തരോം കെ സാമനെ കോൻ ആ ഗയാ. ഓറഞ്ചസിന്റെ സമീപത്തേക്ക്, സന്തരെ ഓറഞ്ചുകളുടെ സമീപത്തേക്ക് കോൻ ആ ഗയാ, ആരാണ് വന്നത്? ഓപ്ഷൻസ്: ഫാലു, ബന്ദർ, ഹാത്തി, ജിറാഫ്. ഫാലു ബിയർ, ബന്ദർ മങ്കി, കുരങ്ങൻ, ഹാത്തി എലിഫന്റ്, ആന, ജിറാഫ് ജിറാഫ്. ആരാ വന്നത്? ഓപ്ഷൻ ആ, ഫാലു. ആരാണ്? ഫാലു. ഗതിവിധി ദോയിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാർത്താലാബ് കോ ആകെ ബഢായേ. വാർത്താലാബ് പൂർത്തിയാക്കാനാ, കോൺവെർസേഷൻ പൂർത്തിയാക്കാനാ. സന്തര ഏക്കും സന്തര ദോയും, 2 ഓറഞ്ചുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ വേണം എഴുതാനായിട്ട്. ഓക്കെ. ക്യാ ഹം ഘൂംനെ ചലേ. എന്താ, നമുക്ക് നടക്കാൻ പോയാലോ? വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ സന്തര ദോ എന്താ പറയാ? ഹാം ചലേ, ആ പോകാം. അപ്പോൾ സന്തര ഏക്കൊക്കെ ആവോ, എന്തെയോ വരൂ, ആവോ. സന്തര ദോ ലേക്കിൻ കഹാം ജായേ. ആ പക്ഷെ നമ്മൾ എവിടെ പോകും? എങ്ങോട്ടാ പോകുന്നേ? ലേക്കിൻ കഹാം ജായേ. സന്തര ഏക് നദി തട് തക്. നമുക്ക് നദിയുടെ തീരത്തേക്ക് പോകാം. നദി തട് തക്. ഓക്കെ. വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി കൂട്ടുകാർ. ക്ലിയർ? ഗതിവിധി 3, മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. സൂചന കവിത കാ ഏകാംശ് പഠേം ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേം. തന്നിരിക്കുന്ന കവിത വായിച്ചിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. റിംചിം റിംചിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുझായി, ശ്യാം ഘടായേം ഘുമഡ് രഹി ഹൈം, നദീ നാലിയാം ഉമഡ് രഹി ഹൈം, ഫരേ ഹുയേ ഹൈം താൽ തലയ്യാം, ബൂന്തേം കർത്തീം താത്താ ധയ്യ. ലൈൻസ് ഉണ്ടല്ലോ. ഇനി ചുവടെയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. നദീ നാലിയാം ക്യാ കർ രഹി ഹൈം. നദീ നാലിയാം ക്യാ കർ രഹി ഹൈം. എന്തൊക്കെയാണ്? നദീ നാലിയാം ഉമഡ് രഹി ഹൈം. ഓക്കെ. ലൈൻസ് ഒക്കെ നമുക്ക് വേഗം കവിതയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലേ? നദീ നാലിയാം, ആ വരികൾ തന്നെ നോക്കൂ. നദീ നാലിയാം ഉമഡ് രഹി ഹൈം. നോക്കൂ. ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. വർഷ ആ ഗയി ഓർ ധർത്തിക്ക് പ്യാസ് ബുझാതി. മഴ വന്നു, ധർത്തി ഭൂമിയുടെ പ്യാസ് ബുझാതി, ദാഹമകറ്റി. അങ്ങനെയുള്ള വരികൾ ഏതാ? റിംചിം റിംചിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുझായി അല്ലേ? ആദ്യത്തെ 2 ലൈൻസ്. റിംചിം റിംചിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുझായി. ഓക്കെ. അല്ല സെക്കൻഡ് നോക്കൂ. താലാബ് ഫരേ ഹുയേ ഹൈം ഓർ ബൂന്തേ നാച്തി ഹൈം. കുളങ്ങളൊക്കെ നിറഞ്ഞു, തുള്ളികൾ എന്ത് ചെയ്യുകയാണ്? നൃത്തം ചെയ്യുകയാണ്. എന്താ? ഫരേ ഹുയേ ഹൈം താൽ തലയ്യാം, ബൂന്തേം കർത്തീം താത്താ ധയ്യ. ലാസ്റ്റ് 2 ലൈൻസ് അല്ലേ? ഫരേ ഹുയേ ഹൈം താൽ തലയ്യാം, ബൂന്തേം കർത്തീം താത്താ ധയ്യ. ഓക്കെ. ക്ലിയർ? അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാമല്ലോ. 4ാമത്തെ ആക്ടിവിറ്റി നോക്കൂ കൂട്ടരെ. സൂചന ചിത്ര കെ സ്ഥാൻ പർ ഉചിത ശബ്ദ ജോഡേം ഓർ വാക്യ ലിഖേം. ചിത്രത്തിന്റെ സ്ഥാനത്ത് കറക്റ്റ് വേർഡ് എഴുതി സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാ. ഓക്കെ. ഒരു ചിത്രകഥയാ. നോക്കൂ. രാത് കാ സമയ ഥാ, നീതു കെ ഹാത്ത് മേ ഡാഷ് ധി. എന്തിന്റെ പിക്ചറാ തന്നേക്കുന്നത്? കിതാബ് അല്ലേ? കിതാബ്.
അപ്പോൾ അവിടെ കിതാബ് എന്ന് എഴുതുക. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ രാത് കാ സമയ് ഥാ, നീതു കെ ഹാത്ത് മേ കിതാബ് ധി, അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഞാൻ നോക്കൂ, നീതു അതെന്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്? ഒരു വീടിന്റെ ചിത്രമാണ്. വീടിനെന്ത് പറയും? ഘർ അല്ലേ? നീതു ഘർ കെ ബാഹർ ധി. നീതു വീടിന്റെ ബാഹർ, ബാഹർ എവിടെയാ? പുറത്ത്. നീതു വീടിന്റെ പുറത്ത് ആണ്. നോക്കൂ, അമ്മ ഒരു ചായയുടെ ഗ്ലാസ്, ചായയാണല്ലേ? അമ്മ ചായ ലേക്കർ ആയി. അമ്മ ചായയുമായിട്ട് വന്നു. അമ്മ കെ സാത്ത്, അമ്മയുടെ കൂടെ ആരാ ഉള്ളത്? കുത്ത. നമുക്ക് ഈ ആളുടെ പേര് നമുക്കറിയാം. എന്താ? പില്ല അല്ലേ? പഠിച്ചിട്ടില്ലേ പില്ലയെ കുറിച്ച്? ആ, പില്ലാഫി ആയ. നോക്കൂ, അമ്മയുടെ കൂടെ ആരും കൂടി വന്നു? പില്ലയും കൂടി വന്നു. നീതുവിനെ പില്ലേക്കോ ബോൾ ദിയ. നീതു പില്ലേക്ക് എന്ത് കൊടുത്തു? ബോൾ. കൂട്ടുകാർക്ക് വേർഡ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ വേർഡുകളെല്ലാം തന്നിട്ടുണ്ട്. അതിനെ കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, കണ്ടോ ചുവടെ തന്നിരിക്കുന്നത്? ബോൾ, ചായ്, പില്ല, ഖാർ, കിതാബ്. കറക്റ്റ് ചെയ്ത് അതിൽ നോക്കി സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഫുൾ മാർക്കും അതിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. 5ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. കവിതാംശ് പഠേമോ പ്രശ്നമൊക്കെ ഉത്തർ ലിഖൻ. തന്നിരിക്കുന്ന കവിത വായിച്ചിട്ട് ചുവടെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ. ഭൂമിയെ സുന്ദരമാക്കുന്നത് ജലമാണ് അല്ലേ? ജലമാണ് ജീവന്റെ ആധാരവും. ജൽ കാ സമാനാർത്ഥക ശബ്ദ കവിതാംശ് സേ ചുൻകർ ലിഖേ. ജൽ വാട്ടറിന് പകരം പദം കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. എന്താ? പാനി അല്ലേ? പാനി എന്നല്ലേ ജലത്തിന് തന്നിരിക്കുന്ന വാക്ക്? പാനി. അടുത്തത് പാനി അമൂല്യ, പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ. ജലം അമൂല്യമാണ്. ജലത്തിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും പോസ്റ്റർ നന്നായിട്ട് തയ്യാറാക്കാൻ അറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ജലത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഒരു മോഡൽ ഞാൻ തരാം. അതുപോലെ അതിനേക്കാൾ വളരെ ഭംഗിയായി മനോഹരമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാർ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ജൽ ഹി ജീവൻ ഹേ അല്ലേ? ജലമാണ് ജീവന്റെ ആധാരം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ കൂടി തയ്യാറാക്കുക. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാമല്ലോ. 6ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ലാസ്റ്റ് ആക്ടിവിറ്റി ചിത്രയ്ക്ക് ആധാർ പർ വാക്യോം കോ ക്രം സേ ലിഖേം. ചിത്രത്തിനെ അടിസ്ഥാനമാക്കി വാക്യം കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. നോക്കൂ, ആദ്യത്തെ പിക്ചർ ഉണ്ടല്ലോ. ഒരു മരത്തിലൊരു പക്ഷി ഇരിക്കുന്നു. രണ്ടാമത് വീടിൻ്റെ സമീപത്തായിട്ട് ഒരു പൂച്ചക്കുഞ്ഞിരിപ്പുണ്ട്. അടുത്ത കുളത്തിന് സമീപത്ത് നമ്മുടെ കുളക്കോഴി അല്ലേ, ജൽമുർഗി ഇരിപ്പുണ്ട്. പിന്നെ മരത്തിന് ചുവട്ടിലായിട്ട് ഫാലു നിൽക്കുന്നു. വീടിന് പുറത്തായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഇങ്ങനെയുള്ള 5 പിക്ചറുകളാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിനെ സെന്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. കൂട്ടുകാർക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കൂ. ഘർ കെ സാമനെ ഏക് ബില്ലൗട്ടാ ഹെ. ഘർ കെ സാമനെ വീടിന് സമീപത്ത് ഏക് ബില്ലൗട്ടാ, ഒരു കിറ്റൻ നിൽപ്പുണ്ട്, പൂച്ചക്കുഞ്ഞ് നിൽപ്പുണ്ട്. എത്രാമത്തെ പിക്ചറാ? 2. 2ാമത്തെ പിക്ചറാണ് അല്ലേ? അപ്പോൾ 2ന് നേർക്ക് വേണം ഇത് എഴുതാൻ. അവിടെ നോക്കൂ. പേട് കെ നീച്ചെ ഏക് ഫാലു ഹെ. പേട് കെ നീച്ചെ മരത്തിന്റെ ചുവട്ടിൽ ആരുണ്ട്? ഏക് ഫാലു, ഒരു കരടിയുണ്ട്. എത്രാമത്തെ പിക്ചറാ? 4. 4ാമത്തെ പിക്ചറാണ് അല്ലേ? അപ്പം 4ന് നേർക്ക് വേണം ഈ സെന്റൻസ് എഴുതാൻ. നോക്കൂ. ഘർ കെ ബാഹർ ഏക് ലഡ്കി ഹെ. വീടിന് പുറത്ത് ആരുണ്ട്? ഏക് ലഡ്കി, ഒരു പെൺകുട്ടിയുണ്ട്. എത്രാമത്തെ പിക്ചറാ? 5. 5ാമത്തെ പിക്ചറാണ് അല്ലേ? അപ്പോൾ 5ന് നേർക്ക് വേണം ഘർ കെ ബാഹർ ഏക് ലഡ്കി ഹെ എന്നുള്ള സെന്റൻസ് എഴുതാനായിട്ട്. നോക്കൂ. താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹെ. കുളത്തിന് സമീപത്ത് ഒരു കുളക്കോഴിയുണ്ട്. എത്രാമത്തെ പിക്ചറാ? 3. 3ാമത്തെ പിക്ചറാണ് അല്ലേ? അപ്പോൾ 3ന് നേർക്ക് വേണം അത് എഴുതാൻ. അടുത്തത് പേട് കെ ഊപ്പർ ചിടിയ ഹേ. മരത്തിന്റെ മുകളിൽ ആരാ? ചിടിയ, പക്ഷിയുണ്ട്. എത്രാമത്തതാ? 1. 1ാമത്തെ പിക്ചർ. ഓക്കെ, ഇപ്പോൾ എഴുതാമല്ലോ. 1 ഏതാ? പേട് കെ ഊപ്പർ ചിടിയ ഹേ. 2 ഘർ കെ സാമനെ ഏക് ബില്ലൗട്ടാ ഹേ. 3 താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹേ. 4 പേട് കെ നീച്ചെ ഏക് ഫാലു ഹേ. 5 ഘർ കെ ബാഹർ ഏക് ലഡ്കി ഹേ. ഓക്കെ, ഇത്രയായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നില്ലേ കൂട്ടരെ? അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.